الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون صدق الله العظيم ما شاء الله كان ولم يشأ لم يكن ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സ്രഷ്ടാവായ തമ്പുരാന്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ട് തഖ്വാബോധത്തോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉദാത്തമായ ജീവിതചര്യയെ പിൻപറ്റിക്കൊണ്ട് വേണം ഓരോ ചുവടും മുമ്പോട്ടു പോകാൻ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയും ചെയ്യുന്നു. പരമദയാലുവായ പടച്ചതമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജിഹാദ് എന്ന വാക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വാക്കാണ്. ഇസ്ലാമിനെ സ്നേഹിക്കുന്ന മിത്രങ്ങളും ഇസ്ലാമിനെ വെറുക്കുന്ന ശത്രുക്കളും ഈ തെറ്റിദ്ധരിപ്പിക്കലിൽ അവരവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ജിഹാദ് എന്ന പദത്തിന് മതയുദ്ധമെന്നും വിശുദ്ധയുദ്ധമെന്നും ഭീകരതയെന്നും അതിക്രമമെന്നുമൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കൾ നിർവചനങ്ങൾ ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുരിശ് ശക്തികളാണ് ഈ പദപ്രയോഗങ്ങൾ ആദ്യമായി നടത്തിയത് എന്നും നമുക്കറിയാം. പക്ഷെ ജിഹാദ് എന്നതൊരിക്കലും യുദ്ധത്തിനു പകരം, കലാപത്തിനു പകരം ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കേയല്ല എന്ന് വിശുദ്ധ ഖുർആൻ ഒരാവർത്തി വായിക്കുന്ന ആളുകൾക്ക് ബോധ്യമാകും. യുദ്ധത്തിന് ഹർബ്, ഖിത്താൽ തുടങ്ങിയ വാക്കുകളാണ് അറബി ഭാഷയിൽ സാധാരണ ഉപയോഗിക്കാറ്. ജിഹാദ് എന്നത് അള്ളാഹുവിന്റെ വഴിയിൽ ലക്ഷ്യബോധത്തോടുകൂടി നടത്തുന്ന എല്ലാ ത്യാഗപരിശ്രമങ്ങളെയും ഉൾക്കൊള്ളുന്ന അതിവിശാലമായ ബൃഹത്തായ ഒരു ഇസ്ലാമിക സംജ്ഞയാണ് ജിഹാദ് എന്ന് പറയുന്നത്.
സ്വന്തം മനസ്സിന്റെ കാമനകളെയും മനോഭാവത്തിലെ വൈകല്യങ്ങളെയും തിരുത്താനുള്ള ഒരു മനുഷ്യന്റെ ശ്രമം മുതൽ ഇസ്ലാമിന്റെ ശത്രുക്കളോട് ഒരുപക്ഷെ നിർബന്ധിത സാഹചര്യത്തിൽ വേണ്ടിവരുന്ന സായുധ യുദ്ധം വരെ ഈ ജിഹാദ് എന്ന് പറയുന്ന വിശാലമായ പദപ്രയോഗത്തിൽ ഉൾപ്പെടും. ഇപ്പോൾ നമുക്ക് ജിഹാദിനെ സംബന്ധിച്ച് തീർച്ചയായും ഈ കുപ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശേഷിച്ചും നല്ല ധാരണകളുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ ഈ ഖുതുബയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ പ്രചരണങ്ങൾക്കൊക്കെ ഇടയിലും ജിഹാദിന്റെ പ്രാധാന്യം എന്ത് എന്ന് വിശ്വാസികളായ സമൂഹം മറന്നുപോകാൻ പാടില്ല. വിശ്വാസ സമാജത്തെ സംബന്ധിച്ചിടത്തോളം ജിഹാദിന്റെ പ്രാധാന്യം ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് തികഞ്ഞ ബോധ്യത്തോടുകൂടി ഉൾക്കൊള്ളുവാനും ആ ജിഹാദിന്റെ ജീവിതധർമ്മത്തെ സാക്ഷാത്കരിക്കുവാനും സാധിക്കണം എന്ന കാര്യത്തിന് അടിവരയിടാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ നസീഹത്ത്. ജിഹാദ് എന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വാക്ക് ഉപയോഗിച്ചു പറഞ്ഞാൽ ഇസ്ലാമിന്റെ മേൽക്കൂരയാണ് ജിഹാദ്. ഈമാനിയാത്ത് അഥവാ വിശ്വാസങ്ങൾ എന്നത് ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയാണ് എന്ന് നമുക്കറിയാം. ഇബാദാത്തുകൾ അഥവാ അനുഷ്ഠാനങ്ങളും ആരാധനകളും ഇസ്ലാമിന്റെ ആ അടിത്തറയുടെ മുകളിലുള്ള സ്തംഭങ്ങളാണ്, തൂണുകളാണ് എന്ന് നമുക്കറിയാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു, ദീനുൽ ഇസ്ലാമിന്റെ മേൽക്കൂരയാണ് ജിഹാദ് എന്ന് പറയുന്നു. ഇപ്പൊ ഈമാനിയാത്ത് ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ, അടിത്തറയാണെങ്കിൽ, ഇബാദാത്തുകൾ ഇസ്ലാമിന്റെ തൂണുകളാണെങ്കിൽ, ആ തൂണുകളുടെ മുകളിലെ മേൽക്കൂരയാണ് യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്നത്. വിശ്വാസകാര്യങ്ങൾ പോലെ, അനുഷ്ഠാന കാര്യങ്ങൾ പോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജിഹാദ് എന്ന് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അടിസ്ഥാനമാണ് ജിഹാദ്. അടിത്തറയും തൂണുകളുമുള്ള, എന്നാൽ അതിന്റെ മുകളിൽ മേൽക്കൂരയില്ലാത്ത ഒരു വീട് നമ്മൾ സങ്കല്പിച്ചു നോക്കൂ. മേൽക്കൂരയില്ലാത്ത ഒരു വീട് വീടല്ലല്ലോ, അത് വീടാവുകയില്ലല്ലോ, അതൊരു ഷെൽട്ടറാവുകയില്ലല്ലോ. ജിഹാദില്ലാത്ത ഇസ്ലാം എന്ന് പറയുന്നത് മേൽക്കൂരയില്ലാത്ത ഒരു വീട് പോലെ, അത് വീടല്ല, അതൊരു ഷെൽട്ടറല്ല. ലോകത്തിന് ഇസ്ലാമിന്റെ പ്രയോജനം ലഭിക്കുന്നത് ജിഹാദിലൂടെയാണ്. ജിഹാദ് എന്ന പടച്ചതമ്പുരാൻ കൽപ്പിച്ച ഈ മഹത്തായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇസ്ലാമിന്റെ കാരുണ്യവും ഇസ്ലാമിന്റെ സമ്മാനങ്ങളും ഇസ്ലാമിന്റെ പഴങ്ങളും ലോകത്തിന്, മനുഷ്യ സമൂഹത്തിന് ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ അറിയണം. വിശ്വാസ സമാജത്തെ കൊണ്ടുള്ള പ്രയോജനം ലോകത്തിന് അനുഭവേദ്യമാകണമെങ്കിൽ അവർക്കിടയിൽ ഈ ജിഹാദ് എന്ന് പറയുന്നത് നിരന്തരമായി, അവിരാമമായി, അനുസ്യൂതമായി നിലനിൽക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഇതിന്റെ പ്രാധാന്യം ഒരുപിടി സ്ഥലങ്ങളിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഖുർആൻ നൽകുന്ന ഒരു പാഠം മുജാഹിദ് മുഅ്മിനാകൂ എന്നാണ്. ഒരു മുജാഹിദിന് മാത്രമേ മുഅ്മിനാകാൻ കഴിയൂ. ജിഹാദ് ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് മുജാഹിദ്, അള്ളാഹുവിന്റെ വഴിയിൽ ധർമ്മസമരം നടത്തുന്ന മനുഷ്യൻ. അങ്ങനെയുള്ള ഒരു മുജാഹിദിന് മാത്രമേ ഒരു യഥാർത്ഥ മുഅ്മിനാകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ജിഹാദ് സംബന്ധിച്ച് ഖുർആൻ നൽകുന്ന സുപ്രധാനമായ ഒരു പാഠം. ഒരുപിടി ആയത്തുകൾ ഉദ്ധരിക്കാൻ കഴിയും. വളരെ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുന്ന ഒരായത്ത് സൂറത്തുൽ ഹുജറാത്തിലെ 15-ാമത്തെ വചനം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി ഉലൈക ഹുമുസ് സാദിഖൂൻ. ആരാണ് യഥാർത്ഥ മുഅ്മിനുകൾ? ഒറിജിനൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഇവർ മാത്രമാണ് എന്ന ശൈലിയിൽ അള്ളാഹു പറയുന്നു. അറബി ഭാഷ വ്യാകരണം അറിയുന്ന ആളുകൾക്കറിയാം, ഇന്നമ ചേർത്താണ് അള്ളാഹു അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവന്റെ ദൂതനിലും ശരിയായ വിശ്വാസമുള്ളവരാണ് അവർ. സുമ്മ ലം യർതാബു, ആ വിശ്വാസത്തിൽ അശേഷം സംശയം കലരാത്തവർ. നിസ്സന്ദേഹം, നിസ്സംശയം അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വാസമർപ്പിച്ചവരാകുന്നു വിശ്വാസികൾ. പിന്നെയോ
വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ വഴിയിൽ തങ്ങളുടെ ശരീരങ്ങൾ, തങ്ങളുടെ കായിക ശേഷി, ബൗദ്ധിക ശക്തി, ചിന്താശേഷി, അതുപോലെ തന്നെ തങ്ങളുടെ സാമ്പത്തികമായ കഴിവുകൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ വഴിയിൽ ജിഹാദ് ചെയ്യുന്നവരുമായിരിക്കും അവർ. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യം പറഞ്ഞവർ, അവരാണ് സത്യസന്ധരായ സത്യവിശ്വാസികൾ. സത്യവിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ലോകത്ത്. പക്ഷെ സത്യസന്ധരായ വിശ്വാസികൾ ആരാണ്? ഉലൈക ഹുമുസ് സാദിഖൂൻ, ഇപ്പറഞ്ഞ ലക്ഷണങ്ങളുള്ള, തങ്ങളുടെ കായികവും ധനപരവുമായ യോഗ്യതകളും അതുപോലെ തന്നെ തങ്ങളുടെ എല്ലാ ശേഷികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ വഴിയിൽ വിശ്വാസത്തിന് ശേഷം ധർമ്മസമരം ചെയ്യുന്ന, ജിഹാദ് ചെയ്യുന്ന ആളുകളാരോ അവരാണ്, അവർ മാത്രമാകുന്നു വിശ്വാസികൾ എന്ന് അല്ലാഹു അറിയിക്കുകയാണ്. നരകമോചനം സാധിക്കണമെങ്കിൽ അത് ജിഹാദിലൂടെ മാത്രമേ സാധിക്കൂ എന്നാണ് ഖുർആൻ നൽകുന്ന മറ്റൊരു പാഠം. നരകമോചനം സാധ്യമാകണോ? ജിഹാദിലൂടെ മാത്രമേ സാധ്യമാകൂ. സൂറത്ത് സുഫിലെ ആയത്ത് നമുക്കറിയാം. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു വിശദീകരിക്കും. വിശ്വാസികളെ, നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചെടുക്കുന്ന ഒരു വ്യാപാരത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് അല്ലാഹു പറയുന്നു, അല്ലാഹുവിലും റസൂലിലുമുള്ള വിശ്വാസം, തങ്ങളുടെ ശരീരങ്ങളും തങ്ങളുടെ ധനപരമായിട്ടുള്ള സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്, ഇതാണ് നരകമോചനത്തിന്റെ വഴി. ജിഹാദിനെ ഇങ്ങനെ തിരിച്ചറിയുകയും ജിഹാദിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക മാത്രമല്ല, ജിഹാദിനെ സ്നേഹിക്കുക കൂടി വേണമെന്ന് ഖുർആൻ പറയും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ജിഹാദിനെ, അല്ലാഹുവിന്റെ വഴിയിലെ ത്യാഗപരിശ്രമങ്ങളെ സ്നേഹിക്കുവാൻ, അത്തരത്തിലുള്ള ഒരു സമര ജീവിതത്തെ പ്രേമിക്കുവാൻ കഴിയണം വിശ്വാസികൾക്ക്. സൂറത്ത് തൗബയിലെ വളരെ പ്രസിദ്ധമായ ആ വചനം നിങ്ങൾക്കറിയാം. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൂന കസാദഹാ വമസാകിന തർളൂനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി. മനുഷ്യനെ അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, വ്യതിചലിപ്പിക്കുന്ന, അവനെ വഴിതെറ്റിക്കുന്ന, അവനെ മാർഗഭ്രംശത്തിലേക്ക് എത്തിക്കുന്ന, അവനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരുപക്ഷേ ബന്ധനങ്ങളായിത്തീരുന്ന ബന്ധങ്ങളെ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട്, സമ്പത്തിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. അല്ലാഹുവിനേക്കാൾ, അവന്റെ ദൂതനേക്കാൾ, അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ നിങ്ങൾക്ക് ഈ പറയുന്ന സംഗതികളാണ് നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ചങ്ങാത്തങ്ങൾ, നിങ്ങളുടെ വ്യാപാരങ്ങൾ, അതുപോലെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, ഇതൊക്കെയാണ് അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും ആ മാർഗത്തിലുള്ള ജിഹാദിനെയും കാൾ നിങ്ങൾക്ക് പ്രിയങ്കരമായി മാറുന്നതെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി. അല്ലാഹുവിന്റെ ശിക്ഷയുടെ കൽപ്പന നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നതിനെ കാത്തിരുന്നുകൊള്ളുക എന്ന് സൂറത്ത് തൗബയിൽ അല്ലാഹു മുന്നറിയിപ്പ് നൽകും. അപ്പൊ ജിഹാദ് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക മാത്രമല്ല, ജിഹാദിനെ സ്നേഹിക്കുവാൻ, അല്ലാഹുവിന്റെ വഴിയിലെ പരിശ്രമ ജീവിതത്തെ, സമര ജീവിതത്തെ പ്രേമിക്കുവാൻ സത്യവിശ്വാസികൾക്ക് സാധിക്കണം എന്ന് പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജിഹാദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വഴിയിലെ എല്ലാ പരിശ്രമവുമാണ്. നാവ് കൊണ്ടാകാം, പേന കൊണ്ടാകാം, ശരീരത്തിന്റെ കായികമായ ശേഷി കൊണ്ടാകാം, ബൗദ്ധികമായിട്ടുള്ള ചിന്താപരമായ കഴിവുകൾ കൊണ്ട്, വൈജ്ഞാനിക ശേഷികൾ കൊണ്ടാകാം, ധനം കൊണ്ടാകാം. എന്തെല്ലാം മാർഗത്തിൽ അല്ലാഹുവിന്റെ വഴിയിൽ ലക്ഷ്യബോധത്തോടുകൂടി ത്യാഗപരിശ്രമങ്ങളിൽ ഏർപ്പെടാമോ അതെല്ലാം ഈ ജിഹാദിന്റെ പരിധിയിൽ ഉൾപ്പെടും. ഏത് ജിഹാദാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമെന്നത് സാഹചര്യത്തിന്റെ വിഷയമാണ്. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഈ സന്ദർഭത്തിൽ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ ഏറ്റവും പ്രസക്തമായ ജിഹാദ് ഏതാണ്? അത് സാഹചര്യമാണ് നിർണയിക്കേണ്ടത്. അത് വാളുകൊണ്ടുള്ള ജിഹാദാണോ? അത് പേന കൊണ്ടുള്ള ജിഹാദാണോ? ജിഹാദിന്റെ ഒരുപിടി രൂപങ്ങളിൽ ഏത് രൂപമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഊന്നേണ്ടത് എന്നത് സാഹചര്യങ്ങളും ചുറ്റുപാടുകളും തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ വിശ്വാസ സമാജങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ
അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഊന്നേണ്ട രണ്ട് മേഖലകളുണ്ട്, ജിഹാദിന്റെ രണ്ട് രൂപങ്ങളുണ്ട്. ഒന്ന് ആത്മസമരമാണ്, രണ്ടാമത്തേത് ആശയ സമരമാണ്. ആത്മസമരം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവന്റെ സ്വത്വത്തോട് ചെയ്യുന്ന ജിഹാദാണ്. ഞാൻ എന്നോട് തന്നെ നടത്തുന്ന സമരമാണ്. അള്ളാഹുവിന്റെ വഴിയിൽ ജീവിക്കാൻ എന്നെ അയോഗ്യനാക്കി തീർക്കുന്ന ഒരുപിടി ന്യൂനതകളുണ്ട്. എനിക്ക് ഒരുപാട് വൈകല്യങ്ങളുണ്ട്, ഒരുപാട് ദുസ്വഭാവങ്ങളും ദുർഗുണങ്ങളുമുണ്ട്, തെറ്റായ മനോഭാവങ്ങളുണ്ട്, ഭൗതികമായ താൽപര്യങ്ങളും ഭൗതിക പ്രമത്തതയുമുണ്ട്. ഇത്തരം സംഗതികളോട് ഞാൻ എന്നോട് തന്നെ നടത്തുന്ന സമരമാണ്, ആത്മസമരമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസ സമാജം ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട ജിഹാദിന്റെ രൂപം എന്ന് നമ്മൾ തിരിച്ചറിയണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ സഹാബത്തിനോട് പറയുന്നുണ്ട്, മിനൽ ജിഹാദിൽ അസ്വരി ഇലാ ജിഹാദിൽ അക്ബർ, മിനൽ ജിഹാദിൽ അക്ബരി ഇലാ ജിഹാദിൽ അസ്വർ. നമ്മളൊരു ചെറിയ യുദ്ധഭൂമിയിൽ നിന്ന് ഒരു വലിയ പോരാട്ട ഭൂമിയിലേക്കാണ്, ഒരു ജിഹാദിന്റെ ഭൂമിയിലേക്കാണ് നമ്മൾ പോകുന്നത്. സഹാബത്തിന് അത്ഭുതമായി. അള്ളാഹുവിന്റെ റസൂലെ, ഇനി ഇതിനേക്കാൾ വലിയ യുദ്ധത്തിലേക്കാണോ പോകുന്നത്? പ്രവാചകൻ പറഞ്ഞു, മുജാഹദത്തുൽ അബ്ദി ഹവാഹു, മുജാഹദത്തുൽ അബ്ദി ഹവാഹു. ഒരു ദാസൻ അവന്റെ ദേഹേച്ഛകളോട് നടത്തുന്ന സമരമാണ്, അവന്റെ തോന്യാസങ്ങളോട്, അവന്റെ തന്നിഷ്ടങ്ങളോട്, അവന്റെ സുഖലോലുപതയോട്, അവന്റെ അഹന്തയോട്, അവന്റെ മര്യാദയില്ലായ്മകളോട്, അവന്റെ പെരുമാറ്റ ദൂഷ്യങ്ങളോട് അവൻ നടത്തുന്ന സമരമാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത്. ആ ജിഹാദിലേക്കാണ് മിനൽ ജിഹാദിൽ അസ്വരി ഇലാ ജിഹാദിൽ അക്ബർ നമ്മളിപ്പോൾ പോകുന്നത് എന്ന്. സാമൂഹ്യ രംഗത്തെ ജിഹാദിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് നൽകുന്ന ഉപദേശം ഫബ്ദ ബിനഫ്സിക് എന്നാണ്. ഫബ്ദ ബിനഫ്സിക്, നിന്നിൽ നിന്ന് തുടങ്ങും, നിന്നിൽ നിന്ന് ആരംഭിക്കൂ. നിന്നിൽ തന്നെയുണ്ട് ഒരുപാട് പൈശാചികതകളുണ്ട്. അള്ളാഹുവിന്റെ വഴിയിൽ ജീവിക്കാൻ നിന്നെ അയോഗ്യനാക്കി തീർക്കുന്ന, ഒരു സ്വർഗസ്ഥാകാൻ നിന്നെ സമ്മതിക്കാത്ത ഒരുപിടി ന്യൂനതകളുണ്ട് നിനക്ക്. അതിനോട് നീ പോരാടുക, അതിനോട് യുദ്ധം ചെയ്യുക, അതിനോട് സമരം ചെയ്യുക. ഫബ്ദ ബിനഫ്സിക്, അതുകൊണ്ട് നിന്നിൽ നിന്ന് തുടങ്ങണം. ഈ ആന്തരിക ജിഹാദിൽ, ഈ ആത്മസമരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ ബാഹ്യമായ ജിഹാദിലുള്ള മിനിമം യോഗ്യതയാകൂ എന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അനുനിമിഷം, അവിരാമം, അനുസ്യൂതം, നിരന്തരം ജീവിതത്തിന്റെ അവസാന സന്ദർഭം വരെ, അവസാന ശ്വാസം വരെ ഒരു വിശ്വാസി തുടരേണ്ട ജിഹാദാണ് ഈ ആത്മസമരത്തിന്റെ ജിഹാദ് എന്ന് പറയുന്നത്. ഇതാണ് ജിഹാദുൽ അക്ബർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇതാണ് ഈ കാലഘട്ടത്തിൽ വിശ്വാസി സമാജത്തിന് നിർവഹിക്കാനുള്ള, ഊന്നാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദ് എന്ന് നമ്മൾ അറിയണം. രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞു, ആശയ സമരമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ 52-ാമത്തെ വചനം അല്ലാഹു പറയുന്നു, ഫലാ തുതിൽ കാഫിരീൻ, ഫലാ തുതിൽ കാഫിരീൻ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. പ്രവാചകരെ, താങ്കൾ ഈ നിഷേധികൾക്ക് വിധേയനായി പോകരുത്, അവരുടെ കൽപ്പനകൾ താങ്കൾ അനുസരിച്ചു പോകരുത്, അവരുടെ വാദഗതികൾ താങ്കൾ അംഗീകരിച്ചു പോകരുത്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് താങ്കൾ വലിയ ജിഹാദ് ചെയ്യുക. പ്രവാചകനോട് അല്ലാഹു കൽപ്പന കൊടുക്കുന്നു. എല്ലാ വിശ്വാസികളോടും എല്ലാ കാലഘട്ടത്തിലുള്ള വിശ്വാസി സമാജങ്ങൾക്കുമുള്ള അല്ലാഹുവിന്റെ കൽപ്പന, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. വലിയ ജിഹാദ് ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ നടത്തണം. ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് അത് AK-47 കൊണ്ടുള്ള ജിഹാദിനേക്കാൾ പ്രസക്തമാണ്. അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ ഭൗതിക സന്നാഹങ്ങൾ കൊണ്ടുള്ള ജിഹാദിനേക്കാളും പ്രസക്തമാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ആശയ സമരം. ഈ ആയത്ത് അവതരിക്കുന്നത് മക്കയിൽ വെച്ചാണ്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ 13 വർഷക്കാലം മക്കയിൽ നിർവഹിച്ചത് ആയുധമില്ലാതെയുള്ള ജിഹാദായിരുന്നു. ചോര ചിന്താതെ, ഒരൽപ്പം പോലും ഒരു പ്രതികാരത്തിന്റെ, അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിന്റെ ഒരു ചെറിയ ചലനം പോലും വിലക്കപ്പെട്ട മക്ക ജീവിത കാലഘട്ടത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകന് നിർദ്ദേശം നൽകുന്നത്, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. താങ്കൾ ഈ വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ആശയ സമരമാണ് നടത്തേണ്ടത്. ഖുർആനാണ് ഏറ്റവും വലിയ ആയുധമെന്ന് പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ജിഹാദുൻ കബീറിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്.
നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, എല്ലാ സമയവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, എല്ലാ അധ്വാനവും സമർപ്പിച്ചുകൊണ്ടുള്ള ജിഹാദാണ് ജിഹാദുൻ കബീർ എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ജിഹാദാണ് വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ഈ ആശയ സമരം എന്ന് പറയും. ഒരാളുടെ തല തകർക്കാൻ ഒരു തോക്ക് മതി. പക്ഷെ ആ തലയിലേക്ക് ഇസ്ലാമിന്റെ ഒരു മൂല്യം, ഇസ്ലാമിന്റെ ഒരാശയം, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിന്റെ ഒരു സന്ദേശം അതിട്ട് കൊടുക്കുക എന്നത് കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണ്. മറ്റേത് തോക്കിന്റെ കാഞ്ചി വലിച്ചാൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. തകർക്കുക എന്നത് എളുപ്പമാണ്. പക്ഷെ അയാളുടെ മനസ്സിലേക്ക് അള്ളാഹുവിന്റെ വഴിയെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയുണ്ടാക്കി കൊടുക്കുക, സന്ദേശം എത്തിച്ചു കൊടുക്കുക, ഒരു മൂല്യം പരിചയപ്പെടുത്തുക എന്നത്, തലയ്ക്കുള്ളിലേക്ക് എന്തെങ്കിലും പ്രവേശിപ്പിക്കുക എന്നത്, ഹൃദയത്തിനുള്ളിലേക്ക് എന്തെങ്കിലും കടത്തുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ആ ജിഹാദാണ് ഈ കാലഘട്ടത്തിൽ വിശ്വാസി സമാജങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ജിഹാദെന്ന് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇസ്ലാമിന്റെ രാഷ്ട്രീയം ചർച്ചാ വിഷയമാണ്. ഇസ്ലാമിനൊരു രാഷ്ട്രീയ പദ്ധതിയുണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണോ? 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്കിടയിൽ പ്രയോഗിച്ച ഒരു പഴഞ്ചൻ ദർശനമല്ലേ ഇസ്ലാം? ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. വിശ്വാസി സമാജത്തിന് വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഖുർആനിന്റെ രാഷ്ട്രീയ ദർശനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മസമരം ചെയ്യുവാൻ, അവിടെ ജിഹാദ് നടത്തുവാൻ കഴിയണം. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഇതാ ഇസ്ലാമിന്റെ രാഷ്ട്രീയം, ഇസ്ലാമിന്റെ രാഷ്ട്രീയ ദർശനം. ഇപ്പോൾ നമ്മളല്ലാത്ത മറ്റുള്ള സഹോദര സമുദായങ്ങളിലെ ബുദ്ധിജീവികൾ പോലും, ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, തിരുവനന്തപുരത്ത് നടന്ന ഖുർആൻ സെമിനാറിൽ ചില അമുസ്ലിം ചിന്തകന്മാർ നടത്തിയ പ്രഭാഷണങ്ങൾ ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ് അവർ പറയുന്നത്. വളരെ കൃത്യമായ രാഷ്ട്രീയ ദർശനമുണ്ട് ഇസ്ലാമിന്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ രാഷ്ട്രീയ ദർശനം, മഹാനായ പ്രവാചകനും അദ്ദേഹത്തിന്റെ ഉത്തരാധികാരികളായ ഖുലഫാഉർ റാഷിദുകളും ലോകത്തിന് സമർപ്പിച്ച ഏറ്റവും മനോഹരമായ രാഷ്ട്രീയ ദർശനം. മഹാനായ ഗാന്ധിജി പോലും ഈ രാജ്യത്തിന്റെ രാമരാജ്യത്ത് ആവശ്യം ഈ രാഷ്ട്രീയമാണെന്ന് പ്രതികരിച്ച രാഷ്ട്രീയ ദർശനം, ഈ ആത്മസമരം കൊണ്ട്, ജിഹാദ് കൊണ്ട് സമർപ്പിക്കുവാൻ വിശ്വാസി സമാജത്തിന് സാധിക്കണം. ഇസ്ലാമിന് ഒരു സാമ്പത്തിക വീക്ഷണമുണ്ട്. ഇവിടെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യം, ആഗോള വ്യാപകമായ സാമ്പത്തിക പ്രതിസന്ധി, ഇവിടെ മനുഷ്യൻ കെട്ടിപ്പൊക്കിയ എല്ലാ ധനവിതരണ പദ്ധതികളും അല്ലെങ്കിൽ സാമ്പത്തിക ദർശനങ്ങളും പരാജയപ്പെട്ട ചർച്ച ചെയ്യുന്നിടത്ത്, ചൂടുള്ള ചർച്ചകൾ നടക്കുന്നിടത്ത് ഇസ്ലാമിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ സാമ്പത്തിക വീക്ഷണം കൊണ്ട്, സകാത്തിൽ അധിഷ്ഠിതമായ പലിശരഹിതമായ സാമ്പത്തിക സംവിധാനത്തെ കൊണ്ട് നമുക്ക് ഈ ചർച്ചകളെ പ്രതിരോധിക്കുവാൻ, അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശത്തെ ഉയർത്തിപ്പിടിക്കുവാൻ, ഇതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു ജിഹാദിന്റെ രംഗം എന്ന് നമ്മൾ അറിയാം. കുടുംബം വേണ്ട എന്നാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും അഭിജാതമായ ഒരു പ്രസിദ്ധീകരണത്തിന്റെ ഏറ്റവും പുതിയ ലക്കത്തിൽ, ഏപ്രിൽ ലക്കത്തിൽ അവർ ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട്. കുടുംബമല്ലാത്ത കൂട്ടുജീവിതം. അതാണ് എന്റെ തലക്കെട്ട്, കുടുംബമല്ലാത്ത കൂട്ടുജീവിതം. എന്തിനാ കുടുംബം? ഇഷ്ടമുള്ളപ്പോൾ ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാം, ഇഷ്ടം കഴിയുമ്പോൾ പിരിഞ്ഞു പോകാം, ചുമതലകളും ബാധ്യതകളും ഇല്ലാത്ത, ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ലാത്ത, മക്കളെ സംബന്ധിച്ചുള്ള ഒരു ചിന്തയും അലട്ടാത്ത, തങ്ങളുടെ സുഖസൗകര്യങ്ങളിൽ മാത്രം രമിക്കുന്ന ഒരു കൂട്ടുജീവിതം, ഒരു കോഹാബിറ്റേഷൻ, ഒരു ലിവിംഗ് ടുഗദർ, ഒരുമിച്ച് ജീവിക്കുക, ഇഷ്ടമുള്ളപ്പോൾ പിരിയാം നമുക്ക് എന്ന ഒരു പടിഞ്ഞാറിനെ നശിപ്പിച്ച, ലോക സമൂഹത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ സമ്മാനിച്ച ലൈംഗിക അരാജകത്വത്തിന്റെ ഒരു വീക്ഷണം. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു അഭിജാതമായിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ നമ്മുടെ ബുദ്ധിജീവികളെ നിരത്തിവെച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ലക്കത്തിൽ, ഈ ഏപ്രിൽ ലക്കത്തിൽ നടത്തുന്ന ഒരു ചർച്ച. വലിയ വലിയ ബുദ്ധിജീവികൾ പറയുന്നതാകാം അത് പുരോഗമനപരമാണ് എന്നാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, കുടുംബത്തിന്റെ അടിക്കല്ലിളക്കുന്ന, കുടുംബം എന്ന സങ്കല്പത്തെ തന്നെ നിരാകരിക്കുന്ന ഇത്തരം ചർച്ചകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്മാർ പഠിപ്പിച്ച, മുതിർന്നവർക്ക് പരിഗണന കിട്ടുന്ന, ചെറിയ കുഞ്ഞുങ്ങൾക്ക് പരിലാളന ലഭിക്കുന്ന കുടുംബസങ്കല്പം, ഇസ്ലാമിന്റെ വിശുദ്ധമായ, വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്ന കുടുംബസങ്കല്പത്തെ, ഈ ആശയത്തെ നമുക്കിവിടെ സമർപ്പിക്കുവാൻ കഴിയേണ്ടതുണ്ട്. അത് ഏറ്റവും വലിയ ആശയ സമരത്തിന്റെ, ജിഹാദിന്റെ മേഖലയാണ് എന്ന് നമ്മൾ അറിയാം. ആത്മീയത ഞാൻ പറയേണ്ടതില്ലല്ലോ, ഏറ്റവും വലിയ ചൂഷണം നടക്കുന്ന രംഗമാണ്. മതവ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാ മതസമൂഹങ്ങളിലും ആത്മീയ ചൂഷണങ്ങൾ, ഏറ്റവും വലിയ വൃത്തികേടുകൾ കാണിക്കുന്ന ആളുകൾ ആത്മീയ ആചാര്യന്മാരായി മാറുകയും, അതിൽ മുസ്ലിം പേരുകളുണ്ട്, ഹിന്ദു പേരുകളുണ്ട്, ക്രൈസ്തവ നാമങ്ങളുണ്ട്, എല്ലാ വിഭാഗത്തിലും
ഇത്തരം സിദ്ധന്മാരും കള്ളദൈവങ്ങളും അരങ്ങുവാഴുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ ആത്മീയ ദർശനം, പടച്ച തമ്പുരാനോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്ന, അവന്റെ പടപ്പുകളോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്ന സന്തുലിതമായ ആത്മീയ വീക്ഷണമുള്ള വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്ന അതിന്റെ ആത്മീയ ദർശനത്തെ ഈ ആത്മസമരത്തിന്റെ ഭാഗമായി, ജിഹാദിന്റെ ഭാഗമായി നമുക്കിവിടെ സമർപ്പിക്കാൻ കഴിയുക എന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യമാണ്. സ്ത്രീകളുടെ പദവി ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഇസ്ലാം ഇന്ന് ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് ഇസ്ലാമിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം എന്ന് പറയും. എന്താണ് ഒരു പെണ്ണിനുള്ള പദവി, എന്താണ് അവരുടെ അവകാശങ്ങൾ? പർദ്ദ എന്ന് പറയുന്ന ഒരു കടിമ്പടത്തിനുള്ളിൽ സ്ത്രീ അടുക്കളയിലും കിടപ്പറയിലും ഈ മൂടുന്ന വസ്ത്രത്തിലും ഇസ്ലാം അവളെ അടച്ചിട്ടിരിക്കുന്നു, മൂടിയിട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കാൻ അവളെ അനുവദിക്കാതെ എന്ന കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിൽ സ്ത്രീകൾക്ക്, വനിതകൾക്കുള്ള പ്രാധാന്യം എന്തെന്നും അവകാശങ്ങളെന്നും പദവികളെന്തെന്നും ഈ ചർച്ചയിൽ പറയുക ഏറ്റവും പ്രസക്തമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്ന സ്ത്രീ സങ്കല്പത്തെ നമുക്ക് ഈ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ കഴിയണം. ഇത് ഈ ആത്മസമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സംവാദ സമരങ്ങൾ ജിഹാദിന്റെ ഏറ്റവും പ്രസക്തമായ, നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും ഊന്നേണ്ടുന്ന വിശ്വാസ സമാജങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ജിഹാദിന്റെ രണ്ട് രൂപങ്ങളാണ് ഈ വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ആശയ സമരവും അതുപോലെ ആത്മസമരവും എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. സർവോപരി വിശുദ്ധ ഖുർആനിന്റെ അലൗകികമായ ഒരു സൗന്ദര്യമുണ്ട്, ഖുർആനിന്റെ ദൈവികമായ ഒരു ആകർഷണമുണ്ട്. ഈ വിശുദ്ധ ഖുർആനിന്റെ വശ്യതയെ നമ്മളല്ലാത്ത സമൂഹങ്ങൾക്ക് അനുഭവേദ്യമാകുന്ന രീതിയിൽ അവരുടെ മുമ്പിൽ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. എല്ലാ മുസ്ലിം മതസംഘടനകളും ആലോചിക്കണം, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ആലോചിക്കണം, ഓരോ മുസ്ലിം സഹോദരനും സഹോദരിയും ചിന്തിക്കണം. വിശുദ്ധ ഖുർആൻ ഒരു അലൗകികമായ വശ്യതയുണ്ട്, അത് ദൈവികമായിട്ടുള്ള വെളിപാടുകളുടെ സമാഹാരമാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ വശ്യത, അതിന്റെ ആകർഷണം മറ്റ് ജനതകൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അവരുടെ മുമ്പിൽ അതുപോലെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതല്ലേ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ മഹത്തായ വേദഗ്രന്ഥത്തെ, ഇതിന്റെ വിസ്മയിപ്പിക്കുന്ന ദൈവികാകർഷണത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം എന്ത് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അങ്ങനെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ഇതിനേക്കാൾ സ്വാധീനശേഷിയുള്ള, ഇതിനേക്കാൾ ഹൃദയദ്രവീകരണ ശക്തിയുള്ള ഏതൊരായുധമാണ്, ഏതൊരു സാഹിത്യമാണ് ലോകത്തിന്റെ കയ്യിലുള്ളത് എന്ന് നമ്മൾ അറിയണം. ഉമർ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ആ ഉമർ പ്രവാചകനെ കൊല്ലുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവനാണ്. കഥയൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. ആ ഉമർ ഈ വിശുദ്ധ ഖുർആനിന്റെ ശബ്ദം കേട്ടപ്പോഴാണ്, ഇതിന്റെ ആശയം കേട്ടപ്പോഴാണ്, ഇതിന്റെ അലൗകികമായ വശ്യത മനസ്സിലായപ്പോഴാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഉരുപ്പിടിച്ച വാളുമായി സഹോദരിയുടെ വീട്ടിലെത്തിയ ഉമർ, പ്രവാചകൻ എവിടെ, അവനെ എനിക്ക് കൊല്ലണമെന്ന ആവേശത്തോടുകൂടി കടന്നു വന്ന ഉമർ, തഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ എന്ന് ശ്രുതിമധുരമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ അതിന്റെ മധുരതരമായ പാരായണം മാത്രമല്ല, അതിന്റെ ഉള്ളടക്കം, അതിന്റെ ആശയം, അതിനോട് നാഥനായ തമ്പുരാൻ സംസാരിക്കുന്ന ശൈലി, ഇത് കേട്ടപ്പോൾ ഉമറിന് അത് ബോധ്യപ്പെട്ടു, അത് അനുഭവേദ്യമായി. പിന്നെ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ദുല്ലൂനി അലാ മുഹമ്മദ് എന്നാണ്. ദുല്ലൂനി അലാ മുഹമ്മദ്, മുഹമ്മദ് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? എനിക്ക് അദ്ദേഹത്തെ കാണണം, ഈ മാർഗത്തിലേക്ക് വരണം. ആ ഉമറിനെ, ഇസ്ലാമിന്റെ ഒന്നാം നമ്പർ ശത്രുവായ ഫാഷിസ്റ്റായി ജീവിച്ച ഉമർ, ആ ഉമറിനെ മാറ്റിയ വിശുദ്ധ ഖുർആൻ, ഖുർആനിന്റെ അലൗകികമായ ദിവ്യമായ ഈ സൗന്ദര്യത്തെ മറ്റ് സമൂഹങ്ങൾ ഇന്നും ഇതേ സ്വാധീനശേഷി, ഇതേ ഹൃദയദ്രവീകരണ ശക്തി, ഇതേ വിശുദ്ധ ഖുർആൻ 6236 വചനങ്ങൾ യാതൊരു മാറ്റവുമില്ലാതെ, വള്ളി വിസർഗ വ്യത്യാസമില്ലാതെ അതേ ഖുർആൻ, അതേ വേദം നമ്മുടെ മുമ്പിൽ നിന്നും നിലനിൽക്കുന്നു. ഈ വിശുദ്ധ ഖുർആൻ, ഇതിന്റെ മധുരം, ഇതിന്റെ ആകർഷണം, ഇതിന്റെ ചൈതന്യം, ഇതിന്റെ ദൈവികത, ഇതിന്റെ അമാനുഷികത ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിന് സാധിക്കുന്നുണ്ടോ എന്നതാണ് വിഷയം. ഇവിടെ ഉമറുമാരുടെ തലയെടുക്കണമെന്ന വാദം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്, അവന്റെ തലയെടുക്കണം, അവരെ നശിപ്പിക്കണം, അവരെ തകർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തകർക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഉമറിന്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉമറിന് ആസൂത്രിതമായ ഒരു പ്ലാനിങ്ങിലൂടെ ഒന്നാമത്തെ ദിവസം തന്നെ ഉമറിനെ തകർത്തു കളഞ്ഞു എന്ന് വെക്കുക, രഹസ്യമായി ചേർത്ത് ഉമറെ കൊന്നുകളഞ്ഞു എന്ന് വെക്കുക.
ഉമറിന് അള്ളാഹുവിന്റെ ദീനിനെ തിരിച്ചറിയുവാൻ, അള്ളാഹുവിന്റെ കലാമിന്റെ അലൗകികമായ സൗന്ദര്യത്തെ, മധുരത്തെ തിരിച്ചറിയുവാൻ ഉമറിനൊരു അവസരം, ഒരു സാവകാശം നൽകിയില്ലായിരുന്നുവെങ്കിൽ ചരിത്രം എന്താകുമായിരുന്നു? പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് അത്തരം ഉമറമാരുടെ ശല്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. അവർക്ക് ഈ ഖുർആനിന്റെ വശ്യതയെ സമർപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് മുസ്ലിം സമാജം യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലും അത് സാധ്യമാണ് എന്നതിന്റെ ഏറ്റവും സമകാലികമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. സ്വിറ്റ്സർലൻഡിൽ ഏറ്റവും വലിയ ഇസ്ലാമിക വിരുദ്ധ പ്രക്ഷോഭം നടന്നു. ഒരു പള്ളിയുടെ മിനാരം കണ്ടാൽ, ഒരു പള്ളിയുടെ മിനാരം ഉയരുന്നത് കണ്ടാൽ അവിടെ ഏറ്റവും വലിയ പ്രക്ഷോഭം നടന്ന ഒരു കാലഘട്ടം ഈ സമീപകാലത്ത് നമുക്കറിയാം. സ്വിറ്റ്സർലൻഡിലെ മിനാരങ്ങൾക്കെതിരിലുള്ള, പള്ളി മിനാരങ്ങൾക്കെതിരിലുള്ള സമരം. ആ സമരത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു മനുഷ്യനുണ്ടായിരുന്നു, വെള്ളക്കാരനായ ഒരു മനുഷ്യൻ, ഡാനിയൽ സ്റ്റൈഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം അവസാനം വിശുദ്ധ ഖുർആൻ വായിക്കാൻ തീരുമാനിച്ചത് തന്റെ പോരാട്ടത്തിൽ, മുസ്ലിങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ, പള്ളിമിനാരങ്ങൾക്കെതിരായ പ്രക്ഷോഭത്തിൽ തനിക്ക് വേണ്ട ആയുധങ്ങളും ആശയങ്ങളും വിശുദ്ധ ഖുർആനിൽ നിന്ന് ശേഖരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഖുർആൻ വായിച്ചത്. പക്ഷേ ഖുർആൻ വായിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ മനസ്സ് മാറുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളിൽ, ദൈവികമായ അതിന്റെ സന്ദേശങ്ങളിൽ അദ്ദേഹം വീണുപോവുകയാണ്. ഇപ്പോൾ ഡാനിയൽ സ്റ്റൈഷ് ഇസ്ലാമിക പ്രബോധകനാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ അജ്ഞാനകാലത്ത് ഞാൻ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ചെയ്ത ക്രൂരതകൾക്കൊക്കെ എനിക്ക് പരിഹാരം സമർപ്പിക്കാൻ കഴിയണം, എനിക്കെതിരെ പ്രായശ്ചിത്തം ചെയ്യണം. അള്ളാഹുവിന്റെ വഴിയിൽ ആവേശത്തോടുകൂടി നടക്കുന്ന ഒരു പ്രബോധകനാണ് അദ്ദേഹം. ഉമറിന്റെ മുമ്പിൽ ഈ ഇസ്ലാമാണ് മാറ്റം വരുത്തിയതെങ്കിൽ, ഇന്നും അത്തരം ഉമറമാരെ കാലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഈ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശത്തെ യഥാവിധി സമർപ്പിക്കുവാൻ, അതിന്റെ മധുരത്തെ, അതിന്റെ ആകർഷണത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നുവെക്കുവാനുള്ള ബാധ്യതയാണ് ഈ കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹം നിർവഹിക്കേണ്ടത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. നേഗസിനെ പോലുള്ള ആളുകൾ ഇന്നുമുണ്ട്. നമുക്കറിയാമല്ലോ, നേഗസ് ചക്രവർത്തി ക്രിസ്ത്യാനിയായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ ക്രൈസ്തവനായ നേഗസ് നജ്ജാശി, അദ്ദേഹത്തിന്റെ മുമ്പിൽ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ ഈ അലൗകികമായ ദൈവിക സൗന്ദര്യം അനുഭവിക്കാനുള്ള ഒരു സന്ദർഭമൊരുക്കിയപ്പോൾ അദ്ദേഹം അവസാനം, മുസ്ലിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, അവർ ഭീകരവാദികളാണെന്ന് പറഞ്ഞാലും, അവർ പഴഞ്ചന്മാരാണെന്ന് പറഞ്ഞാലും, അവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് പറഞ്ഞാലും ഞാൻ അത് അംഗീകരിക്കുകയില്ല, അവർക്ക് എല്ലാ അഭയവും ഞാൻ നൽകും എന്ന് ഈ ഖുർആൻ പാരായണം കേട്ടതിനു ശേഷം നജ്ജാശി തീരുമാനിക്കുകയാണ്. പിന്നീട് അദ്ദേഹം അള്ളാഹുവിന്റെ വഴി സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നജ്ജാശിയെപ്പോലുള്ള ഒരുപിടി ആളുകളുണ്ട്, ഭരണാധികാരികളുണ്ട് ലോകത്ത്. മുസ്ലിങ്ങളെ സംബന്ധിച്ച തെറ്റിദ്ധാരണകളാണ് അവരുടെ മനസ്സിലുള്ളത്. പക്ഷെ അവരുടെ മുമ്പിൽ വിശുദ്ധ ഖുർആനെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഉസൈദ് ഇബ്നു ഹുവൈറിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. കാട്ടുപോത്തിനെ പോലെ പ്രവാചക ശിഷ്യന്റെ മുമ്പിൽ, മിസ്അബ് ഇബ്നു ഉമൈറിന്റെ മുമ്പിൽ ഓടി വന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരല്പനേരം സംസാരിച്ചു. പിന്നെ ഒരൊറ്റ ചോദ്യമാണ് ഉസൈദ് ഇബ്നു ഹുവൈർ ചോദിച്ചത്, മാഹ്സന ഹാദൽ ഖൗൽ വഅസ്ദഖഹു. ഇതെന്തൊരു വിശിഷ്ടമായിട്ടുള്ള വാക്കുകളാണ്, ഇതെത്ര സത്യമായിട്ടുള്ള സന്ദേശമാണ്. കൈഫ യസ്നഉ അൻ യദ്ഖുല ഫി ഹാദദ്ദീൻ. ഈ വഴിയിലേക്ക് വരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ഉസൈദിനെ ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. മറിയം ജമീലയുടെ കഥ നമുക്കറിയാമല്ലോ. എത്രയോ അതുപോലുള്ള സ്ത്രീകൾ ഇന്ന് ഇസ്ലാമിന്റെ മാർഗത്തിൽ പ്രബോധകരായി വന്നുകൊണ്ടിരിക്കും. ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി ഒരു ആൽബം വാങ്ങിയതാണ്. ഒരു അറബി ഗായികയുടെ ഉമ്മു കുൽസൂമിന്റെ പാട്ട് കേൾക്കാൻ ഒരു ആൽബം വാങ്ങിക്കൊണ്ടുവന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പാട്ടുകൾക്കിടയിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയമിന്റെ പാരായണം കേൾക്കുകയാണ്. സൂറത്തു മറിയമിന്റെ ശ്രുതിമധുരമായ പാരായണം, ആ വിശുദ്ധ ഖുർആന്റെ പാരായണമാണ് മറിയം ജമീലയെ സൃഷ്ടിച്ചത്, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രബോധകയാക്കി മാറ്റിയത് എന്ന് നമുക്കറിയാം. ഇന്നതുപോലെ ധാരാളം സ്ത്രീകൾ വിശേഷിച്ചും പടിഞ്ഞാറൻ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക്, ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒന്നേണ്ടുന്ന ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് ആത്മസമരത്തിന്റെ ജിഹാദും ആശയസമരത്തിന്റെ ജിഹാദുമാണ്. അള്ളാഹുവിന്റെ വഴിയിൽ ഈ ജിഹാദിന്റെ മഹത്തായ മാതൃകകൾ സമർപ്പിച്ചുകൊണ്ട് കാലഘട്ടത്തിൽ ചരിത്രത്തിന്റെ നിയോഗം നിറവേറ്റുവാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധിക്കണം. പക്ഷേ ഇന്ന് നമ്മൾ ഉറക്കത്തിലാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഈ വെക്കേഷൻ കാലമാകുമ്പോൾ പോലും നമ്മുടെ കുട്ടികളെ രണ്ട് സൂറത്ത് പഠിപ്പിച്ചു കളയാം, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കാം എന്ന ഒരു ചിന്ത പോലും എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ നമ്മുടെ രക്ഷിതാക്കളെ ബാധിക്കുന്നില്ല, അവരെ അലട്ടുന്നില്ല.
അവരെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുവാൻ വേണ്ടി. ഇന്നലെയും എന്നോടൊരു പാരന്റ് പറഞ്ഞു, കോഴിക്കോട്ടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടിയാക്കി. വെക്കേഷനല്ലേ, സമയമുണ്ട്, ആ സമയത്ത് ഒരു കമ്പ്യൂട്ടർ പഠിക്കട്ടെ, ഒരു സയൻസ് പഠിക്കട്ടെ, ഇംഗ്ലീഷ് പഠിക്കട്ടെ, തീർച്ചയായും ഇതൊക്കെ വേണ്ടതാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ ഈ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള ഒരു സന്ദർഭം നമ്മുടെ മക്കൾക്ക് തുറന്നു കൊടുക്കാനുള്ള ഒരു ചിന്തയെങ്കിലും, ഒഴിവുകാലം 1 മാസം പിന്നിട്ടു, എത്ര പേര് അലട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കുറച്ചുകൂടി ആത്മാർത്ഥമായ ഒരു നിലപാട് അള്ളാഹുവിന്റെ ഈ ഗ്രന്ഥത്തോട്, വിശുദ്ധ ഖുർആനോട് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അള്ളാഹുവിന്റെ വഴിയിൽ പ്രബോധനത്തിനൊക്കെ കൊതിക്കുന്ന ആളുകളാണ് പലരും. പക്ഷേ അള്ളാഹുവിന്റെ വഴി എന്തെന്ന് തിരിച്ചറിയാനുള്ള സംരംഭങ്ങളിൽ പലപ്പോഴും നമ്മൾ പങ്കാളികളായി മാറുന്നില്ല. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ടല്ലോ, ഒരു മുസ്ലിമിനെ ബലം പിടിച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് ചൊല്ലടാ ഗലിമ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാം. അവസാനം അദ്ദേഹം ചോദിക്കും, എന്നാ മാപ്പിളെ ചൊല്ലിത്തരൂ. അപ്പോഴാണ് മാപ്പിളക്ക് ചൊല്ലാൻ കഴിയുന്നില്ല, എന്താ ചൊല്ലിക്കൊടുക്കേണ്ടതെന്ന് അയാൾക്ക് നിശ്ചയമില്ല. വിശുദ്ധ ഖുർആനിന്റെ സൗന്ദര്യം, വിശുദ്ധ ഖുർആനിന്റെ അലൗകികമായ സൗന്ദര്യം, വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്ന ജീവിത ദർശനം മറ്റുള്ളവരുടെ മുമ്പിൽ സമർപ്പിക്കണമെന്ന് നമുക്കുണ്ട്. പക്ഷേ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം വിശുദ്ധ ഖുർആൻ എന്തെന്നും അതിന്റെ ഉള്ളടക്കം എന്തെന്നും നമുക്ക് തന്നെ തിട്ടമില്ലാത്ത ഒരു സ്ഥിതിയുണ്ടെങ്കിൽ, ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഒരൽപ്പം ആത്മാർത്ഥതയോടുകൂടി ഒരു സമീപനം, ഒരു നിലപാട് വിശുദ്ധ ഖുർആനിന്റെ കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കണം എന്ന് മാത്രമാണ്. അള്ളാഹുവിങ്കിൽ ഏറ്റവും പുണ്യമുള്ള ആളുകൾ ഖുർആന്റെ ആളുകളാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ അള്ളാന്റെ ചില ആളുകളുണ്ട്. പ്രവാചകൻ പറയുകയാണ്, ജനങ്ങളിൽ അള്ളാഹുവിന്റെ ചില ആളുകളുണ്ട്. ഖാലു മൻഹും യാ റസൂലല്ലാഹ്, സഹാബിമാരെ ചോദിച്ചു, ആരാണ് റസൂലെ അവർ? ഖാല അഹ്ലുൽ ഖുർആൻ. അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളാണ് അള്ളാഹുവിന്റെ ആളുകൾ. ഹും അഹ്ലുല്ലാഹി വ ഖാസ്സതുഹു, അവർ അള്ളാഹുവിന്റെ ആളുകളാണ്, അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാണ് അവർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നിങ്ങളുടെ ഒരു മകനെ ഖുർആൻ പഠിപ്പിച്ചു. മഹാനായ പ്രവാചകൻ പറയുകയാണ്, ആ മകൻ ഖുർആൻ പഠിച്ചു, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന രീതിയിൽ അവൻ വളർന്നു വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന് കൊടുക്കുന്ന പദവിയെ സംബന്ധിച്ച് പ്രവാചകൻ പറയുന്നു, മൻ അല്ലമ ഇബ്നഹുൽ ഖുർആൻ നളറൻ ഉഫിറ ലഹു മാ തഖദ്ദമ ദംബിഹി വ മാ തഅഖർ. തന്റെ മകനെ ഒരാൾ ഖുർആൻ പഠിപ്പിച്ചു, അത് നോക്കിയോതാനുള്ള ഒരു കഴിവനുണ്ടായി. അള്ളാഹു ഈ പഠിപ്പിച്ച പിതാവിന്, ഈ രക്ഷിതാവിന് അള്ളാഹു പാപങ്ങൾ അയാൾ മുമ്പ് ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതുമായിട്ടുള്ള പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അയാൾക്ക് പുറത്തു കൊടുക്കും. വമൻ അല്ലമഹു ഇയ്യാഹു ലാഹിറൻ ബഅസഹുല്ലാഹു യൗമൽ ഖിയാമ അലാ സൂറത്തുൽ ഖമരി ലൈലത്തുൽ ബദർ. മഹാനായ പ്രവാചകൻ പറയും, ഇനി ആ കുട്ടിയെ അയാൾ വിശുദ്ധ ഖുർആനിന്റെ ആശയമടക്കം മനഃപ്പാഠമാക്കാനുള്ള ഒരു വിദ്യാഭ്യാസമാണ് സ്വന്തം മകനെ നൽകിയത് എങ്കിൽ ആ കുട്ടിയെ അള്ളാഹു പരലോകത്ത് കൊണ്ടുവരും. എങ്ങനെ? ബഅസഹുല്ലാഹു യൗമൽ ഖിയാമത്തി അലാ സൂറത്തുൽ ഖമരി ലൈലത്തുൽ ബദർ, 14 രാവിലെ ചന്ദ്രനെ പോലെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളുടെ ഹാഫിളായ കുട്ടി വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം തിരിച്ചറിഞ്ഞ അതിന് സംവിധാനങ്ങൾ നിങ്ങൾ ഒരുക്കിക്കൊടുത്ത ആ കുട്ടിയെ നാളെ പരലോകത്ത് കോടാനുകോടി മനുഷ്യരുടെ മുമ്പിൽ അല്ലാഹു കൊണ്ടുവരുന്നത് 14 രാവിലെ ചന്ദ്രനെ പോലെ. വയുഖാലു ലിബ്നിഹി ഇഖ്റ, എന്നിട്ട് അവനോട് അല്ലാഹു പറയും, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. ഖുർആൻ പഠിച്ച മകനോട് പറയും, ഫകുല്ലമാ ഖറഅ ആയത്തുൻ റഫഅ അല്ലാഹു അസ്സ വജല്ല അബിഹാ ദറജതൻ ഹത്താ യൻതഹി ഇലാ ആഖിരി മാ മഅഹു മിനൽ ഖുർആൻ. പ്രവാചകൻ പറയുകയാണ്, അങ്ങനെ ഈ കുട്ടി ഖുർആൻ ഓതാൻ തുടങ്ങുന്നു. ഓരോ ആയത്തിനും, വിശുദ്ധ ഖുർആനിലെ ഓരോ വചനത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പിതാവിന്റെ പരലോക പദവി ഉയർത്തിക്കൊണ്ടേയിരിക്കും. അവസാനവും വിശുദ്ധ ഖുർആൻ അവസാനം വരെ പാരായണം ചെയ്ത് തീരുന്നതുവരെ ഓരോ ആയത്തിനും ഓരോ ദറജ, ഓരോ പദവി വെച്ചിട്ട് അല്ലാഹു ഖുർആൻ പഠിപ്പിച്ച മാതാപിതാക്കളെ ഉയർത്തുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. 13 വയസ്സുകാരനായ കുട്ടി എല്ലാ വൈകല്യങ്ങളും മറന്നുകൊണ്ട്, എല്ലാ വൈകല്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഹൃദയസ്ഥമാക്കിയെന്നും തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കുമെന്നൊക്കെ പത്രത്തിൽ വായിക്കുമ്പോൾ നമ്മൾ വളരെ വാചാലരാകാറുണ്ട്, ആ കുട്ടിയെക്കുറിച്ചൊക്കെ വിസ്മയിക്കാറുണ്ട്. എന്റെ വീട്ടിലുമുണ്ടല്ലോ അതുപോലെ ഒരു കുട്ടി, നിന്റെ വീട്ടിലുമുണ്ടല്ലോ അതുപോലെ ഒരു കുട്ടി. ആ ആൺകുട്ടിയെ ഈ ഭൗതിക വിദ്യാഭ്യാസമൊക്കെ നൽകുന്നതോടൊപ്പം തന്നെ ഈ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശവും അതിന്റെ മൂല്യങ്ങളും അതിന്റെ വിജ്ഞാനങ്ങളും അവന് പകർന്നു നൽകാനുള്ള എന്ത് സംവിധാനമാണ്. ഈ പത്രം വായിച്ച് ടെലിവിഷൻ ന്യൂസ് കണ്ടിട്ട് അതിശയം കൂറുന്ന സന്ദർഭത്തിലെങ്കിലും തന്റെ മടിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെക്കുറിച്ച് ഇത്തരം ഒരു ചിന്ത നമ്മളിൽ എത്ര രക്ഷിതാക്കളുടെ മനസ്സിൽ വരുന്നു എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ
ഞാൻ നേരത്തെ പറഞ്ഞ സുപ്രധാനമായി ഈ രണ്ട് മഹാസഭ ഈ ആലോചനകൾ നടത്തിക്കൊണ്ട് ഈ രണ്ട് ജിഹാദിന്റെ ഊന്നേടുന്ന രണ്ട് മേഖലകൾ, ഒന്ന് ആത്മസമരത്തിന്റെ ജിഹാദ്, രണ്ട് ആശയ സമരത്തിന്റെ ജിഹാദ്, കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.